ഹായ് നമസ്കാരം. പലർക്കും വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ് ഫൊർഗീവ്നെസ് എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ഫൊർഗീവ്നെസ് പറഞ്ഞാൽ എന്താന്ന് അറിയാത്തത്. ഫൊർഗീവ്നെസ് എന്ന് പറയുമ്പോൾ പലർക്കും ചിന്തിക്കുന്ന ഒരു കാര്യമുണ്ട്, അത് നമ്മൾ ഫ്രണ്ട്സിൽ നമ്മൾ എന്തെങ്കിലുമൊക്കെ ഒരു കാര്യം സില്ലി ആയിട്ടുള്ള ഒരു കാര്യം സംഭവിക്കുമ്പോൾ നമ്മൾ അവരോട് ഫൊർഗീവ് ചെയ്യുന്നു, അതല്ലെങ്കിൽ അച്ഛനമ്മമാർ മക്കളോട് ഫൊർഗീവ് ചെയ്യുന്നു, അല്ലെങ്കിൽ മക്കൾ അച്ഛനമ്മമാരോട് ഫൊർഗീവ് ചെയ്യുന്നു. അത്രയൊക്കെ തന്നെ ഫൊർഗീവ്നെസ് ഉള്ളൂ എന്നുള്ളൊരു തെറ്റായ ധാരണയുണ്ട്. എന്തുകൊണ്ടാണ് ഞാൻ മക്കൾ അച്ഛനമ്മമാരോട് ഫൊർഗീവ് ചെയ്യുന്നു എന്ന് പറയാൻ കാരണം, ഞാനിപ്പോൾ ഈ ലൈഫ് കോച്ചിങ് തുടങ്ങിയതിന് ശേഷം ചിലരുടെയൊക്കെ ലൈഫിൽ എനിക്ക് മനസ്സിലായിട്ടുള്ള ഒരു കാര്യം, അവരുടെ ലൈഫ് അത്രയും സ്പോയിൽ ആവാനും അവരുടെ ലൈഫിൽ അത്രയും പെയിൻ കിട്ടിയിട്ടുള്ളതും അവരുടെ പാരൻസിൽ നിന്നാണ്. അപ്പോൾ അത് മക്കൾക്ക് പക്ഷേ ജന്മം നൽകി എന്നുള്ള വലിയൊരു പുണ്യം ചെയ്തുകൊണ്ട് മക്കൾക്ക് ഒരു പക്ഷേ അത് ഫൊർഗീവ് ചെയ്യാനായിട്ട് സാധിക്കും. പക്ഷെ മറ്റുള്ള കേസിലേക്ക് വരുമ്പോൾ അതിപ്പോൾ ഫ്രണ്ട്സ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഡിസ്റ്റന്റ് റിലേഷൻ ആയിക്കോട്ടെ, ഹസ്ബൻഡ് വൈഫ്, അല്ലെങ്കിൽ ഇൻലോസ്, ഏറ്റവും കൂടുതൽ വരുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഇൻലോസുമായിട്ടുള്ള പ്രശ്നങ്ങളാണ്. ഇപ്പോൾ ഇന്നത്തെ കാലത്ത് ഇപ്പോൾ ഞാൻ കേട്ടിട്ടുള്ളത്, ഏറ്റവും കൂടുതൽ ഞാൻ കേട്ടിട്ടുള്ളത് ഇൻലോസുമായിട്ടുള്ള പ്രശ്നം കാരണം വന്നിട്ടുള്ള പലരുടെയും ലൈഫ് ഞാൻ കേട്ടിട്ടുണ്ട്. പക്ഷെ അവർക്കൊന്നും അത് ഫൊർഗീവ് ചെയ്യാൻ പറയുമ്പോൾ അവർ പറയുന്നൊരു കാര്യം ഇല്ല, ഞാൻ മരിച്ചാലും എനിക്കത് മറക്കാൻ സാധിക്കില്ല എന്നൊക്കെ പറഞ്ഞ് ഞാൻ കേൾക്കുന്നുണ്ട്. അത് എന്തുകൊണ്ടാണ് പറയാൻ കാരണം, അത്രയും പെയിനാണ് അവരിൽ നിന്ന് അവർക്ക് കിട്ടിയിട്ടുള്ളത്. പക്ഷേ ഞാൻ പറയട്ടെ, നമുക്കത് കൊണ്ടു നടക്കുന്നതാണ് നമ്മുടെ ഇപ്പോഴത്തെ ലൈഫിലെ ഏറ്റവും വലിയ പ്രശ്നം. നമ്മൾ ഫൊർഗീവ് ചെയ്യുന്നത് അവർക്ക് വേണ്ടിയിട്ടല്ല എന്നുള്ളത് ആദ്യം നമ്മൾ മനസ്സിലാക്കണം. നമുക്ക് വേണ്ടിയിട്ട്, നമ്മുടെ മെന്റൽ സ്റ്റേറ്റ്, നമ്മുടെ ഒരു മനസ്സമാധാനത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഫൊർഗീവ്നെസ് ചെയ്യേണ്ടത്. അല്ലെങ്കിൽ നമ്മുടെ പലർക്കും പല അസുഖങ്ങളുടെ റൂട്ട് കോസ് എന്ന് പറയുന്നത് ഇവരോടൊക്കെ കൊണ്ടു നടക്കുന്ന പകയും, ആ പക പിന്നെ അവരോടൊരു അസൂയായിട്ട് മാറും. അവരുടെ ലൈഫിൽ പിന്നെ മറ്റ് സക്സസ്സുകൾ വരുമ്പോൾ അത് കാണുമ്പോൾ നമുക്ക് വളരെ അൺകംഫർട്ടബിൾ ആയിട്ട് വരിക. അതൊക്കെയാണ് ഏറ്റവും വലിയ പ്രശ്നങ്ങളായിട്ട് വരുന്നത്. നമ്മൾ പറയുമ്പോൾ ആ വ്യക്തിയോട് ഫൊർഗീവ് ചെയ്യുമ്പോൾ, ഇല്ല ഞാൻ ആ വ്യക്തിയെ ഒഴിവാക്കി, അവരുമായിട്ടുള്ള എല്ലാ കോൺടാക്ട്സും ഒഴിവാക്കി, അവരുമായിട്ടുള്ള എല്ലാ റിലേഷൻഷിപ്പും ഒക്കെ ഒഴിവാക്കി എന്നൊക്കെ പറയും. പക്ഷെ നിങ്ങൾക്ക് നിങ്ങളുടെ മൊബൈലിൽ നിങ്ങളുടെ കോൺടാക്ട് ഡിലീറ്റ് ചെയ്യാൻ സാധിക്കും, അല്ലെങ്കിൽ അവരുമായിട്ടുള്ള ഫിസിക്കൽ കമ്മ്യൂണിക്കേഷൻ അവിടെ നിങ്ങൾക്ക് സ്റ്റോപ്പ് ചെയ്യാൻ പറ്റും. പക്ഷെ നിങ്ങളുടെ മനസ്സിൽ നിന്ന് നിങ്ങൾ ഒഴിവാക്കിയില്ല എന്നുള്ളത് നിങ്ങളുടെ വാക്കിൽ നിന്ന് തന്നെ വരും. നമ്മൾ സ്നേഹിക്കുന്ന വ്യക്തികളേക്കാൾ കൂടുതൽ നമ്മൾ ചിന്തിക്കുന്നത് നമുക്ക് ആരോടാണ് ദേഷ്യം, പകയും അസൂയുള്ളത് അവരെ കുറിച്ചാണെന്നതാണ്. അതുകൊണ്ടാണ് ഇന്ന് പലർക്കും എല്ലാം ഉണ്ടായിട്ടും ഒരു സമാധാനം ഇല്ലാത്തൊരവസ്ഥ. ഫിനാൻഷ്യലി സ്റ്റേബിൾ ആണ്, ചിലപ്പോൾ മറ്റുള്ള ഫാമിലിയുമായിട്ട് എല്ലാം സെറ്റിൽഡ് ആണ്, എങ്കിലും പലർക്കും ഇപ്പോഴും മനസ്സമാധാനമായിട്ട് ഉറങ്ങാൻ പറ്റുന്നില്ല. ഒരു അൺകണ്ടീഷൻ, അല്ലെങ്കിൽ എന്താ പറയുക, ഒരു കംപ്ലീറ്റ് ഹാപ്പിനെസ് അനുഭവിക്കാൻ സാധിക്കുന്നില്ല. അതെന്താണെന്ന് വെച്ചാൽ അവർക്ക് പലരോടുള്ള പക കൊണ്ട് നടക്കാണ്. അവരുടെ ലൈഫിൽ എന്തൊക്കെയാണ് സംഭവിക്കുന്നത്, അവരുടെ ലൈഫിൽ സക്സസ് വരുമ്പോൾ, അല്ലെങ്കിൽ അത് എനിക്കില്ലല്ലോ, അല്ലെങ്കിൽ ഞാൻ ഇങ്ങനെ ചെയ്യുന്നു എനിക്കത് കിട്ടുന്നില്ലല്ലോ, ഇതൊന്നുമില്ലല്ലോ, അവരുടെ ലൈഫിൽ അത് അവർ സക്സസ് ആയി പോകുന്നു. അതൊക്കെ കാണുമ്പോൾ ഉള്ളൊരു തരം അസൂയ. അത് തന്നെ ആ അസൂയ ഫീൽ കാരണമാണ് പലർക്കും ഇന്ന് പല ബുദ്ധിമുട്ടുകളും. നമുക്ക് പറയുമ്പോൾ പറയും നമുക്ക് അസുഖങ്ങൾ വരുന്നത് ഇന്ന റീസൺ കൊണ്ടാണ്, ആ റീസൺ കൊണ്ടൊക്കെയാണ്. പക്ഷെ നമ്മുടെ ചിന്തകളെ നമ്മുടെ ആ ഒരു പോസിറ്റിവിറ്റിയിലേക്ക് കൊണ്ടുവരാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് നമ്മുടെ അസുഖങ്ങളെ പോലും നമുക്ക് ഇല്ലാണ്ടാക്കാനായിട്ട് സാധിക്കും. ഇനി ഈ ഫൊർഗീവ്നെസ് എങ്ങനെ നമുക്ക് ചെയ്യണം? ഇപ്പോൾ നമുക്ക് ആദ്യം വേണ്ടത് അവരോട് ഫൊർഗീവ് ചെയ്യാൻ നമ്മുടെ മെന്റലി നമ്മൾ പ്രിപ്പയർഡ് ആവുക എന്നുള്ളതാണ്. അതിലേക്ക് എത്തിപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ പ്രോസസ്സ് നമുക്ക് ഈസിയാണ്. അങ്ങനെ പ്രിപ്പയർഡ് ആവാത്ത ഒരാളെ നമ്മൾ ഏത് പ്രോസസ്സിലേക്കും കൊണ്ടിട്ടിട്ട് കാര്യമില്ല. അപ്പോൾ നിങ്ങൾ പലപ്പോഴും നിങ്ങൾക്ക് അങ്ങനെ ആരുടെയെങ്കിലും നിങ്ങൾക്ക് ദേഷ്യ പക വിദ്വേഷങ്ങൾ ഉണ്ടെങ്കിൽ ദയവ് ചെയ്ത് അത് ഒഴിവാക്കുക. അത് ഒഴിവാക്കുമ്പോൾ നിങ്ങൾക്ക് അവരെ അൺകണ്ടീഷണൽ ആയിട്ട് ലവ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ അവരുടെ ലൈഫിൽ സക്സസ്, അത് നിങ്ങൾ എത്ര വലിയ ശത്രു ആയിരുന്നോട്ടെ, അവരുടെ ലൈഫിൽ സക്സസ് വരുമ്പോൾ നിങ്ങൾക്ക് ഇനി വലിയ ഹാപ്പിനെസ് ഇല്ലെങ്കിലും നിങ്ങൾക്ക് ഇപ്പോൾ ഉള്ള ഇമോഷൻസ് ഒക്കെ ഒഴിവാക്കാനായിട്ട് പറ്റും. ഇനി അതിനെ നിങ്ങൾ കൂടുതലായിട്ട് നിങ്ങൾ ആ പ്രാക്ടീസ് മുന്നോട്ട് കൊണ്ടുപോകും തോറും അവരുടെ ലൈഫിൽ സക്സസ് വരുമ്പോൾ നിങ്ങൾക്ക് അത് അപ്രീഷിയേറ്റ് ചെയ്യാനുള്ള ഒരു മനസ്സിലേക്ക് നിങ്ങൾ എത്തും എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇനി അത്തരത്തിൽ നിങ്ങൾക്ക് ആരോടെങ്കിലുള്ള ഒരു ദേഷ്യം, പക, അല്ലെങ്കിൽ അസൂയ അങ്ങനെ കൊണ്ടു നടക്കുന്നവരാണോ, അല്ലെങ്കിൽ അത് ഇനി മനസ്സിൽ നിന്ന് ഒഴിവാക്കിയിട്ട് എനിക്ക് ആ ഒരു അൾട്ടിമേറ്റ് ഹാപ്പിനെസ്, അല്ലെങ്കിൽ എനിക്ക് എൻ്റെ ലൈഫിലെ ഒരു സമാധാന അവസ്ഥയിലേക്ക് എത്തണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ അണ്ടറിൽ നിങ്ങൾക്ക് കോച്ചിങ് ചെയ്യാവുന്നതാണ്. ഞാൻ പറയുന്ന വളരെ കുറഞ്ഞ ചെറിയ മെത്തേഡിലൂടെ നിങ്ങൾക്ക് ഈസി ആയിട്ട് നിങ്ങൾക്ക് അത്തരത്തിലുള്ള എല്ലാ നെഗറ്റീവ്സും നിങ്ങളുടെ ഉള്ളിൽ നിന്ന് ഒഴിവാക്കിക്കൊണ്ട് നിങ്ങൾക്ക് ആ ഒരു അൾട്ടിമേറ്റ് ഒരു മെന്റൽ പീസിലേക്ക് നിങ്ങൾക്ക് എത്താനായിട്ട് സാധിക്കും. അതിനുവേണ്ടി നിങ്ങൾക്ക് എന്നെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്, എന്നെ ട്രസ്റ്റ് ചെയ്യാവുന്നതാണ്. ഹാപ്പിനെസ് അല്ലെങ്കിൽ സമാധാനം ഞാൻ നിങ്ങൾക്ക് തരുന്ന ഗ്യാരണ്ടിയാണ്. കാരണം നമ്മൾ ഓരോരുത്തരും ജീവിക്കുന്നത് നമുക്ക് ലൈഫിൽ നമുക്ക് സന്തോഷം അല്ലെങ്കിൽ നമുക്ക് സമാധാനം എന്നുള്ളൊരു അവസ്ഥയ്ക്ക് വേണ്ടിയിട്ടാണ്. അതില്ലാണ്ട് നമ്മൾ എങ്ങനെ എത്ര നമ്മൾ കഷ്ടപ്പെട്ടിട്ടും കാര്യമില്ല. എന്തിനാണ് നമ്മൾ മറ്റുള്ളവരുടെ വേസ്റ്റ്, അല്ലെങ്കിൽ അവർ തന്നിട്ടുള്ള ആ വേസ്റ്റ് നമ്മുടെ ഉള്ളിൽ കൊണ്ട് നടന്നിട്ട് നമ്മൾ എന്തിനാ വെറുതെ നമ്മളെ ലൈഫ് നമ്മൾ സ്പോയിൽ ചെയ്യുന്നത്? അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ ആവശ്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് എന്നെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഇനി ഏത്
സ്റ്റക്ക് ആയിക്കോട്ടെ, ലൈഫിൽ കരിയറിലുള്ള സ്റ്റക്ക് ആയിക്കോട്ടെ, നിങ്ങളുടെ റിലേഷൻഷിപ്പിലുള്ള സ്റ്റക്ക് ആയിക്കോട്ടെ, അതും അല്ലെങ്കിൽ പലർക്കും ഒരു തരം ഭയമാണ്, ഫ്യൂച്ചറിനെ ആലോചിച്ചിട്ടുള്ള ഭയം, രോഗഭയം, അല്ലെങ്കിൽ മക്കളെ ആലോചിച്ചിട്ട്, അങ്ങനെ ഏത് തരത്തിലുള്ള ഇങ്ങനെയുള്ള ഇമോഷൻസിലൂടെ നിങ്ങൾ കടന്നു പോകുന്നവരായിക്കോട്ടെ, നിങ്ങൾക്ക് ട്രസ്റ്റ് ചെയ്ത് എന്നെ കോണ്ടാക്ട് ചെയ്യാവുന്നതാണ്. നമുക്ക് കുറച്ച് ചെറിയ ചെറിയ മെത്തേഡിലൂടെ അതിനെ ഹീൽ ചെയ്ത് പിന്നെ അതിനെ നമ്മുടെ മനസ്സിനെ നമ്മൾ സ്വയം നമുക്ക് ഉയർത്തിക്കൊണ്ട് നമ്മുടെ ലൈഫിലെ ഒരു ബെസ്റ്റ് ആക്കിയിട്ട് നമുക്ക് മാറ്റാനായിട്ട് സാധിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഈ എൻ്റെ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിലുള്ള നമ്പർ വഴി എന്നെ കോണ്ടാക്ട് ചെയ്യാം. ഓക്കെ, താങ്ക് യു.